അണ്ണൻ അലിൻ ജോസ് പെരേര അറിയാമോ? അലിൻ ജോസ് പെരേര മറ്റേ കുണ്ണല്ലേ കാല് വെച്ചിങ്ങനെ കട 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 ഇങ്ങനെ ചെയ്ത. ഹലോ ഗീസ് അലിൻ ജോസ് പെരേര എന്ന പേര് മുമ്പ് നമ്മൾ കണ്ടിരുന്നത് വെറും ഒരു അവരതമായിട്ടായിരുന്നില്ലേ ഗീസ്? ഇപ്പോൾ പുള്ളിക്കാരൻ വളർന്നൊരു വലിയൊരു മഹാവാണമായി തീർന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ പുള്ളിക്കാരൻ്റെ പേര് നമ്മൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഗീസ് പുള്ളിക്കാരൻ അവിടെ ക്രിയേറ്റ് വെച്ചിരിക്കുന്ന മഹാ അപരാധങ്ങൾ. അതേപോലെ തന്നെ ഗീസ് പല സെലിബ്രിറ്റീസിൻ്റെ പേടി സ്വപ്നമാണ് നമ്മളെ AGP അണ്ണൻ. അതേപോലെ പല ആൾക്കാരുടെ ജലസിന് പാത്രമായിക്കൊണ്ടിരിക്കുകയാണ് ഗീസ്. 7000 പീസ് വാങ്ങിച്ച് 2 ആണ് കള്ളുടിക്ക് പോയി. പെരേര കാമപ്രാന്തനാണ്. പെരേര ഒറിജിനല്ല, കള്ളുടിയുടെ ആശാനാണ്. അതെ ഗീസ്, ഞാൻ പറഞ്ഞില്ലേ ഗീസ് AGP അണ്ണൻ കുറേ പേര് ജലസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ ആറട്ടെണ്ണം. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആറട്ടെണ്ണം ഇങ്ങനെ കാണിച്ചാലും അവർ തമ്മിലൊരു ബോണ്ടുണ്ട്. ഓക്കെ, സഹോദരൻ എന്നുള്ള ഒരു ബോണ്ടാണ് ഗീസ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഗീസ് ഒരു വാണ കേസ് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, വാണ അടിച്ച് തെറിപ്പിച്ചെന്നും പറഞ്ഞ് AGP അണ്ണൻ. അപ്പോൾ ആ ഒരു കേസ് വന്നപ്പോൾ ആറട്ടെണ്ണം അതൊക്കെ സോൾവ് ആക്കി, ഇത്രയും വലിയ പ്രശ്നമായിട്ട് സോൾവ് ആക്കി വിട്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും ഗീസ് അവർ അത്രയ്ക്ക് ബോണ്ടഡ് ആണ്. ഓക്കെ, സോ അവർ ഈ ഒരു കുട്ടികളെ ഇങ്ങനെ ഫ്രെയിമിൽ നിന്ന് കാണിക്കുകയെങ്കിലും ചെയ്യുമെങ്കിൽ അവർ ഒന്ന് നേരിട്ട് കാണുമെങ്കിൽ അവർ അടിപൊളിയായിരിക്കും ഗീസ്. ഓക്കെ, നമ്മൾ ഊക്കി വിടുന്നത് വെറും ഒരു ഇത് മാത്രമാണ്. പിന്നെ ഗീസ് ഈ ഒരു തലമുടി മോറിനാണ് ഈ ഒരു അപരാധത്തെ ഇത്രയും വലിയൊരു മഹാ അപരാധമാക്കി മാറ്റിയത്. ഓക്കെ, നമ്മളിപ്പോൾ പറയാറില്ലേ ഗീസ് ഏതൊരു ആളുടെ സക്സസ്സിനും ഒരു പെണ്ണ് പുറകിലുണ്ടാവുമെന്ന്. ഗീസ് ഇവിടെ പെണ്ണിന് പകരം ഈ ഒരു വാണമാണ് അവിടെ പുറകിലുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രയും വലിയൊരു PP മോറിനെ ഇത്രയും വലിയൊരു കോമാളിയാക്കി മാറ്റണമെങ്കിൽ അതിനൊരു ചരടുണ്ടാകും ഗീസ്. ആ ഒരു ചരടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങേര്. ഓക്കെ, കാരണം ഇങ്ങേര് എല്ലാ രീതിയിലും ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്വന്തം അമ്മ പോലും ഈ AGP പെണ്ണിനെ ഇത്ര സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗീസ്. അത്രയ്ക്കും സപ്പോർട്ടാണ് ഇവനിൽ നിന്നുണ്ടാകുന്നത്. പാനിന്റെ സ്റ്റാറായില്ലേ, ഇന്റർവ്യൂ മൊത്തം ഇങ്ങേരാണ്. ഏത് ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റ തുറന്നാലും ഇങ്ങേരാണ്. AGP സിന്ദാബാ, അലിൻ ജോസ് സിന്ദാബാ. ഓഹോ ഗീസ്, ഞാൻ പറഞ്ഞില്ലേ ഗീസ് ഈ ഒരു തലമുടി മോറൻ തന്നെയാണ് നമ്മളാ ഈ PP ആണെങ്കിൽ ഇത്രയും കോമാളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ എന്തായാലും ഫുൾ സപ്പോർട്ടാണ് ഗീസ്. എന്തായാലും അവരുടെ കഥാപ്രസംഗമൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കട്ടെ. നമ്മളെന്തായാലും കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും, ഊക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഗീസ് നമ്മൾ അലിൻ ജോസ് പെരേര തീയിൽ കൊളുത്ത് വന്നതാണ്. ഓക്കെ, തീയിൽ കൊളുത്തി വന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ഗീസ് പുള്ളിക്കാരനെ സംബന്ധിച്ച് ഇതൊക്കെ വേറൊരു സില്ലി കേസാണ്. ഓക്കെ, ആര് വന്നാലും പുള്ളിക്കാരൻ ചെയ്യേണ്ടത് ചെയ്തിരിക്കും ഗീസ്. അതെ ഗീസ്, അത്രയ്ക്കും വിൽ പവറാണ് പുള്ളിക്കാരൻ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഗീസ് ഇപ്പോൾ പുള്ളിക്കാരൻ എന്ന ബ്രാൻഡ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ എങ്ങും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് ഇപ്പോൾ നമ്മൾ PP അണ്ണൻ നമ്മൾ വിചാരിക്കണമൊന്നുമല്ലോ. ഓക്കെ, പുള്ളിക്കാരി ഇപ്പോൾ പാട്ട് പാടി, അതേപോലെ തന്നെ വെബ് സീരീസിൽ അഭിനയിച്ചു, സീരിയൽ അഭിനയിക്കുന്നു. പിന്നെ അല്ലാണ്ട് പുള്ളിക്കാരി ഇപ്പോൾ കല്യാണ വീട്ടിലൊക്കെ പോയി അവിടെ പോയി ഡാൻസ് കളിച്ചു, അല്ലാതെയൊക്കെ പൈസയൊക്കെ വാങ്ങി. പുള്ളിക്കാരൻ തന്നെ പറയുന്നു ഒരു ദിവസം പുള്ളിക്കാരന് കിട്ടുന്നത് 10,000 രൂപയാണ് ഗൈസ്. ഓക്കെ, സോ അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യും ഹീസ് റിച്ച് ഗൈസ്. ഓക്കെ, ഞാൻ തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഗൈസ്. അതെ ഗൈസ്, നല്ല 4 എപ്പിസോഡ് ചെയ്തു, നല്ലതായിട്ട് പോകും, നല്ല കമന്റ്സ് വരുന്നു, നെഗറ്റീവ് കമന്റ്സ് ഒക്കെ മാറി നല്ല പുതിയൊരു വേൾഡിലേക്ക്. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഗൈസ് PP അണ്ണൻ ഇന്റർവ്യൂ കൊണ്ട് തളർന്നിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അണ്ണൻ തന്നെ പറയുന്നുണ്ട് അണ്ണൻ വേറൊരു വേൾഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഊക്കളൊന്നും കിട്ടില്ല എന്ന് പറയുന്നില്ലേ അണ്ണാ, ഊക്കളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അത് മനസ്സിലാവാനുള്ള ബോധം അണ്ണൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അണ്ണൻ ഞാൻ ആ രീതിയിൽ അപമാനിക്കുന്നില്ല, ബട്ട് അതാണ് അണ്ണൻ. ചന്ദനമണക്കുന്ന പൂവോ നീ, കരിമി അഴകേ പൊന്നേ, നീയൻ സുന്ദരിയോ, ജംഗിൾ സുന്ദരിയോ. ഗീസ് ഞാൻ പറയില്ല ഗീസ് അലിൻ ജോസ് അണ്ണനാണെങ്കിൽ ഫുൾ ഓൺ പവറായിട്ട് നിൽക്കണം. ഓക്കെ, ഇനിയിപ്പോൾ പാട്ടുകാരുടെ ലോകത്തേക്കൊക്കെ അണ്ണൻ ഇറങ്ങിച്ചെന്നാൽ ഗീസ് അറിയാലോ ഫുൾ ഓൺ പവറായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പാട്ടിൻ്റെ രാഗവും സംഗതിയൊക്കെ നമ്മൾ തിരക്കി ഇറങ്ങിയാൽ നോക്കിയാൽ നമുക്ക് പ്രാന്തായി പോകും. അതുകൊണ്ട് ഗീസ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, ചന്ദനം മണക്കുന്നല്ല എന്താ ഇങ്ങനെ അങ്ങനെയുള്ള എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ സ്നേഹം തുറന്ന് കാണിക്കാൻ എനിക്ക് പറ്റില്ല. നിനക്ക് മനസ്സിലാക്കാൻ പറ്റാന്ന് മനസ്സിലാക്കും. എന്റെ ട്രൂ ലവ് ആണ്.
ഈ ഒരു സീനെ കണ്ട് ഗൈസ് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. എൻ്റെ ഒരു പ്രേമം എൻ്റെ നെഞ്ചിൽ നിന്നൊക്കെ ഊരി വന്നു ഗൈസ്. ഓക്കെ, ഊരി തിറച്ച് എവിടെ ഇറങ്ങി ഓടി. ഓക്കെ, ഇനി നീ പ്രേമിക്കണമെന്ന് പറഞ്ഞ് ഒറ്റൊരു പോക്കാണ്. ഓക്കെ, ട്രൂ ലവും വേണ്ട, ഒരു തേങ്ങ ലവും വേണം. നോക്കി, കാരണം നമ്മൾ ഏജി പെണ്ണ അത്രയ്ക്ക് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, and ആ സ്റ്റെപ്പ് കണ്ടാൽ തന്നെ ഗൈസ് എന്നെ സംബന്ധിച്ച് മൈ ഗോഡ്, എനിക്ക് അഭിനയിക്കണം എന്നുള്ള ത്വര വരുന്നു ഗൈസ്. ഓക്കെ, സോ അത്രയ്ക്ക് പവർഫുള്ളാണ് ഗൈസ് AGP എന്നുള്ളൊരു PP വേണം. മതി നടന്നു. കൈ പിടിച്ചവരോട് കുഴപ്പമുണ്ടോ? സമയമുണ്ട്. അതെ ഗേസ്, ഫൈനലി അവരങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. കേരളം മുഴുവനും കാത്തിരിക്കുന്ന ഒരേ ഒരു സീരിയലാണ് ഗേസ് ഇവരഭിനയിക്കുന്ന കഞ്ഞിവെള്ളം എന്ന സീരിയൽ. അതെ ഗേസ്, രേണുസുതി പ്ലസ് അലിൻ ജോസ് പെരേര എന്ന ഈ ഒരു ഒറ്റ പേര് മതി ഗേസ് കേരളം മുഴുവനും ഊക്കി തോൽപ്പിക്കാൻ. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഗേസ് ഡയറക്ടർ ഒരു സാഹസികമായി ഒരു സീരിയൽ എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഗേസ് ഇവർ രണ്ടുപേരും ഒരേ വഞ്ചിലുള്ള ആൾക്കാരുമാണ്. അതേപോലെ തന്നെ ഒരേ യൂണിവേഴ്സിലുള്ള ആൾക്കാരുമായിട്ട് ആ ഒരു വൈബ് കറക്റ്റായിട്ട് കിട്ടും ഗേസ്. സാറിന് ഭയം തോന്നുന്നുണ്ടോ? അതിന് ഞാൻ എന്തിനാ ഭയക്കണം? അറിഞ്ഞ് ഗൈസ് നമ്മൾ അലിൻ ജോസ് അണ്ണൻ്റെ കമ്മിറ്റി വാണങ്ങൾ എല്ലാവരും കയറി അടിഞ്ഞ് മേഞ്ഞെന്നാണ് അറിഞ്ഞത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഗൈസ് അത്രയ്ക്കും ഈ ഒരു പീപ്പെണ്ണനെ അറിയാലോ ഗൈസ്. പീപ്പെണ്ണ പാലും വെള്ളവും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ എണ്ണ സമ്മതിച്ച് ഇത്രയും വലിയൊരു പ്രാങ്ക കൊടുത്താണ് സമ്മതിക്കുമോ? പിന്നെ അതേപോലെ തന്നെ ഗൈസ് പുള്ളിക്കാരന് അത്യാവശ്യത്തിന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പുള്ളിക്കാരന് പെണ്ണ് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ പെണ്ണ് കിട്ടിയാൽ എന്തായാലും ഗൈസ് അവസ്ഥ. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞു വയ്ക്കുന്നില്ല. ബട്ട് എന്തായാലും അണ്ണാൻ ഒരു ഇതുണ്ട്. ഓക്കെ, സോ ഞാൻ പിന്നെ കേസ് ഈ ഒരു സീരിയലിൻ്റെ പോക്കും കാര്യങ്ങളും കണ്ടിട്ട് കേസ് ഒരു റേപ്പ് കേസ് ലോഡിങ് ആണെന്നൊരു സംശയം ഇല്ലാതെ ഇല്ല കേസ്. ഓക്കെ, ആ ഒരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പല സമയത്ത് പല രീതിയിലുള്ള കേസസാണ് ഈ ഒരു സീരിയലിന് ഉണ്ടാകുന്നത് കേസ്. കാരണം നമ്മൾ AG പെണ്ണിന് രേണുസുതി ചേച്ചി അവിടെ കൊണ്ടുപോക്കി. അതുകൊണ്ട് കേസ് ഫുൾ ഓൺ പവറാണ് കേസ്. അവർക്ക് ഓരോരോ രീതിയിലുള്ള അവർക്കൊരു ശുദ്ധി കാര്യങ്ങൾ കൊണ്ടല്ലോ. ഓക്കെ, സോ സെലിബ്രിറ്റീസാണ്. ഓക്കെ, അതുകൊണ്ട് കേസ് എന്തായാലും നമ്മൾ കേരളം മുഴുവനും കാത്തിരിക്കുന്ന ഒരു ഇതാണ് കേസ് ഈ ഒരു അപരാധം. അതെ കേസ്. നിന്റെയൊക്കെ കുത്തിക്കടത്ത് ചായക്കടയിലിരുന്നോ ബാർബർ ഷോപ്പിലിരുന്നോ എന്നെ പറ്റി അപരാധം പറയുന്ന ഏതെങ്കിലും ഒരു നാറി പ്രസിഡന്റ് കള്ള ഹിമാലയ